ഗൈസ്, അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നിപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഉച്ചയായി, ഇപ്പം സമയം 2 മണി ആവാറായിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ കറങ്ങാൻ വേണ്ടി ഇറങ്ങുന്നത്. അപ്പം എവിടെയാണ് പോകുന്നതെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് പുറത്ത് നല്ല മഴയാണ് പെയ്യുന്നത്. അപ്പം നമുക്ക് കാറിൽ പോയിട്ടൊക്കെ വരാം. ജസ്റ്റ് ഈ വർക്കല എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും പോകുന്നത്. വർക്കല വിട്ട് നമ്മൾ എവിടെയും പോകാറില്ല. അപ്പം ഇവിടെ എവിടെയെങ്കിലും പോയിട്ടൊക്കെ വരാം ഗൈസ്. അപ്പം എവിടെ പോകണേന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അപ്പം തീരുമാനിച്ചിട്ട് എവിടെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. നമുക്ക് പോയിട്ട് വരാം. പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ കണ്ടാ ഗൈസ്, നല്ല മഴയാണ് പെയ്യുന്നത്. മഴയൊക്കെ പെയ്യട്ടെ, നമുക്ക് പോവാം അല്ലേ? മഴ പെയ്തോട്ടെ, നമ്മൾ കാറിലല്ലേ പോകുന്നത്. അപ്പം നമ്മൾ നനയില്ലല്ലോ. അപ്പം നമുക്ക് പോവാം. അപ്പം എന്ന് ഞാൻ കുറേ വട്ടമായി പറയുന്നുണ്ട്. സോ പ്ലീസ് ഗൈസ്, അത് നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്തേരെ. നല്ല മഴയാണ്. ഞാൻ ഇറങ്ങുമ്പോൾ മാത്രം ഇങ്ങനെ മഴ പെയ്യാൻ വേണ്ടി കാത്തിരുന്ന പോലെയുണ്ട് ഈ മഴ പെയ്യുന്ന കണ്ട. എന്ത് നാശം പിടിച്ച മഴയാണിത്. എന്ത് കഷ്ടമാണല്ലേ ഗൈസ്, നമ്മളിങ്ങനെ എവിടെയെങ്കിലും ആഗ്രഹിച്ചൊരു സ്ഥലത്ത് പോകാൻ നിൽക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു നശിച്ച മഴ പെയ്യുന്നത്. ഇത് പെയ്യുന്ന കണ്ട ഈ ഗ്ലാസ് ഒക്കെ ഇപ്പൊ പൊട്ടിത്തെറിക്കുമല്ലേ. കല്ല് വാരി എറിയുന്ന കണക്കാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പം നമ്മൾ വിചാരിച്ചു ആലി ഇറക്കത്തിൽ പോയാലാന്ന്. നമ്മളെ വർക്കലുള്ള ആലി ഇറക്കം ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് അവിടെ പോയിട്ട് ഞാൻ ബീച്ചൊക്കെ കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പം നമ്മൾ ആലി ഇറക്കത്തിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ബീച്ച് എന്ന് പറയണത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ വ്യൂ ഒക്കെ കാണിച്ചു തരാം. ഇപ്പം ഇവിടെ എത്തിയപ്പോൾ മഴ തീർന്നു ഗൈസ്. കണ്ട മഴയില്ലടി ഗൈസ്. അപ്പം ഇതാണ് ഇവിടുത്തെ ആലി ഇറക്കം ബീച്ച്. ഇവിടെ വലുതായിട്ടൊന്നും ആളുകളൊന്നും വരാറില്ല. കുറച്ച് പേരൊക്കെ ഇവിടെ വരാറുള്ളൂ. സോ ഇവിടെ ഭയങ്കര ഒരു സൂപ്പറാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരു ബീച്ചും കൂടിയാണ് ഇവിടെ. മുകളിലോട്ട് ക്ലിഫാണ്. കഴിഞ്ഞ വട്ടം നമ്മൾ വന്നപ്പോഴത്തേക്ക് ഈ ഒരു സ്പോട്ടിൻ്റെ അകത്തായിരുന്നു നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നും ഇതിൻ്റെ അകത്ത് തന്നെ ഒന്ന് കയറിപ്പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് വരാം ഗൈസ്. മഴ പെയ്തുകൊണ്ട് ഫുള്ള് മരമൊക്കെ നനഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതെല്ലാം കാറ്റടിച്ച് നമ്മളെ പുറത്ത് വീഴും. പിന്നെ അതൊന്നും നമുക്കൊരു വിഷയമല്ല ഗൈസ്. നമ്മളങ്ങനെ അതിൻ്റെ അകത്തോട്ട് കയറാൻ പോവുകയാണ്. അയ്യോ, മണ്ണ് ഇവിടെ ഫുള്ള്. അന്ന് കഴിഞ്ഞ വട്ടം നമ്മൾ ഇവിടെ ഇരുന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളാണ്ട് അന്ന് ഇവിടെയൊക്കെ ഇരുന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഫുള്ള് മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല രസമുണ്ട് ഗൈസ്, ഇവിടെ കാണാനൊക്കെ സൂപ്പറാണ്. ഈ ഒരു വഴി കൂടെ പോയാൽ അമ്മേ ഗൈസ് ഉണ്ട്. ഇവിടെ കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വാവ് ഗൈസ്, നമ്മളെ മല നല്ലൊരു പ്ലേസാണ് ഇവിടെ. നമ്മളെ വർക്കലയിൽ കാണാൻ ഒരുപാട് പ്ലേസ് ഉണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് നമ്മളെ വർക്കല വന്ന് വിസിറ്റ് ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരുപാട് സ്പോട്ട്, ഞാൻ തന്നെ കാണാത്ത ഓരോ സ്പോട്ടുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് അതൊക്കെ ഓരോ വീഡിയോയിൽ പോയി എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. അതൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിച്ച് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക. അതാണ് ഗൈസ്. നമ്മളിപ്പോൾ ഞാൻ ഇവിടെ നിന്നപ്പോൾ ഈ ഒരു കാവുണ്ട്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ ഗൈസ്? ഇതെന്ത് കായാണോ എന്തോ? അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കഴിക്കാൻ പറ്റുന്നതാണോ? കുറേ ഉണ്ട് കേട്ടോ. ഇത് കുറേ നിൽപ്പുണ്ട് ഇതിൽ. ഈ ഒരു മരത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ നിൽപ്പുണ്ട്. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കറിയത്തില്ല ഇതെന്താണെന്ന്. എനിക്ക് ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് കയറാൻ ഒരു ആഗ്രഹം. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഭയങ്കര സ്ലോപ്പായിട്ടാണുള്ളത്. അപ്പോൾ ഇവിടെ കയറാൻ പറ്റത്തില്ല. നമുക്കപ്പോൾ ഇതാ ഈ ഒരു വഴിയിൽ കൂടെ പോയി നോക്കാം. ഇവിടെ കൂടെ ഒന്ന് കയറി നോക്കിയാലോ ഗൈസ്. ഭയങ്കര ഒരു അഡ്വഞ്ചറാണ്. ഇവിടം വരെ പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കണ്ടോ, റിസ്ക് ഒക്കെ നമ്മൾ ഏറ്റെടുക്കാൻ പഠിക്കണം ഗൈസ്, എന്നെ പോലെ. ഇങ്ങനെയുള്ള അയ്യോ ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെയാണ്. അത് ഇങ്ങനെ കയറണം. അപ്പം അതിനുള്ള വഴി വല്ലാത്ത കഴപ്പ് തന്നെയാണ് എനിക്ക്. പക്ഷെ കയറിക്കഴിഞ്ഞാൽ അയ്യോ കയറിക്കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റത്തില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് എൻ്റെ പ്ലാൻ സ്റ്റോപ്പ് ചെയ്യാണ്. എൻ്റെ താഴെ ഇതാണ് വ്യൂ ഗൈസ്. അതിൻ്റെ മേലെ വരെയൊന്നും എന്നെ കൊണ്ട് പോകാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഇനി ഇറങ്ങുമ്പോൾ മൂക്കടിച്ച് വീഴുമോയെന്ന് എനിക്കറിയില്ല. നോക്കാം. സൂക്ഷിച്ച് വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ഇറങ്ങാനുള്ളത്. എന്നെപ്പോലെ എൻ്റെ ഇത് കണ്ട് ആരും ഇമിറ്റേറ്റ് ചെയ്യാൻ പോവരുത്. എൻ്റെ ഈ സാഹസം കണ്ടിട്ട് എൻ്റെ ഈ സാഹസം കണ്ടിട്ട് ആരും എന്നെ പോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ പോകരുത്. എന്നിട്ട് ഇവിടെ നിന്ന് വീണിട്ട് അതിനുള്ള ഉത്തരവാദിത്വം ഞാനല്ല. എൻ്റെ പ്ലാൻ
പാതി വഴിയിൽ വെച്ച് ഡ്രോപ്പ് ചെയ്തിട്ട് സേഫായിട്ട് ഞാൻ എത്തി ഗൈസ്. ഞാൻ എന്താ ഇതിൻ്റെ മണ്ടേന്ന് നൈസിനൊന്ന് താഴോട്ട് വീണിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അടുത്ത് തന്നെ കടലുള്ളതുകൊണ്ട്. ഞാൻ എന്താ ഇതിൻ്റെ മണ്ടേന്ന് ഇവിടം വരെ വീണു. പക്ഷെ തിരിച്ച് കയറാൻ നോക്കുമ്പോഴത്തേക്ക് ഇത് അങ്ങ് വരെ ഉണ്ട്, നമുക്ക് കയറാനൊന്നും പറ്റത്തില്ല. അങ്ങനെ നമ്മൾ പെട്ടിട്ട് ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. അതിൻ്റെ കൂടെ നല്ല കാറ്റ്. നമ്മൾ അവസാനം ഈ ഒരു വഴി കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇവിടെ കൂടെ കയറാന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഞാൻ തന്നെ ഫസ്റ്റ് കയറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് കയറി നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇവിടെ ഒരു കാല് വെക്കുക, പിന്നെ നമ്മൾ അടുത്ത കാല് ഇവിടെ വെക്കുക. നമ്മളെ കൊണ്ട് പറ്റും ഗൈസ്. അങ്ങനെ ഞാൻ കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആലി ഇറക്കം. ഈ സ്പോട്ടിൽ വരാത്തവരെല്ലാവരും തീർച്ചയായും ഇനി വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഈ ഒരു ഐസ്ക്രീമാണ് മേടിച്ചത്. ഗൈസ്, അപ്പം നമ്മളങ്ങനെ ഐസ്ക്രീം ഒക്കെ കുടിച്ചിറങ്ങി. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, വീട്ടിലോട്ട് പോകുന്നതാണ്. വീട്ടിൽ പോകുന്നതിൻ്റെ ഇടയിൽ വേറെ എവിടെയെങ്കിലും കയറുമെങ്കിൽ നമ്മളത് കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ ഞാൻ തിരിച്ച് വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.